ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ അവന് നാളെ ഒരു ചെറിയ സർജറി ഉണ്ട്. സർജറിയോ? പേടിക്കാനും മാത്രമൊന്നുമില്ല. അവന്റെ ഹാർട്ടിന്റെ വാൽവിന് ചെറിയൊരു പ്രോബ്ലം. അയ്യോ, ഞാനൊന്നും ചോദിക്കുന്നില്ല മോളെ. വെറുതെ ചോദിച്ച് നിന്റെ സങ്കടം കൂടെ കാണാനുള്ള കെൽപ്പേ എനിക്കില്ല. മോളെ, സത്യാമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒന്നും കഴിക്കുന്നുമില്ല. നീ ഒന്ന് പോയി നോക്ക്. പോകാം, സത്യാമ്മയെ കാണാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ മോളെ ഇതിനൊരു പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ അമ്മേ. വിഷ്ണുവേട്ടൻ തിരിച്ചു വരണം. എന്നാലേ സത്യാമ്മ ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. അമ്മ ഒന്ന് വന്നേ. ചേട്ടാ, ശിവൻ എങ്ങനെയുണ്ട്? പറ, കുഴപ്പമൊന്നുമില്ലല്ലോ? പറഞ്ഞിട്ട് പോ മഹിയേട്ടാ. മഹിയേട്ടാ, മഹിയേട്ടാ, എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. എടി, അവിടെ ഇപ്പൊ ചെന്നാലും അവര് കാണിക്കൊന്നും ചെയ്യില്ല. വെറുതെ അവിടെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് പോരാന്നല്ലാതെ. എന്ന് വെച്ച് എനിക്കെന്റെ മോനെ കാണണ്ടേ? നിർമ്മല, നീ ഒരു കാര്യം മനസ്സിലാക്ക്. നാളെ അവന്റെ ഓപ്പറേഷനാ. അവന്റെ ഹാർട്ടിന്റെ വാൽവിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഈശ്വരാ, പേടിക്കാനൊന്നുമില്ല. പക്ഷെ അത് ഓപ്പറേഷനിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കൂ എന്ന് ഡോക്ടർ പറയുമ്പോ അത് പറ്റില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. മഹിയേട്ടാ, അപ്പൊ എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ വേണ്ടേ? പിന്നെയും പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ കിടക്കുന്ന ഭാഗത്തേക്ക് പോലും ആരെയും അടുപ്പിക്കില്ല. പിന്നെ എങ്ങനെയാ നിനക്ക് നിന്റെ മോന്റെ അടുത്ത് പോയി കുത്തിയിരിക്കണോന്ന് പറയുന്നേ? മഹിയേട്ട, ഞാൻ അവന്റെ അമ്മയാണ്. ഐസിയുവിന്റെ മുമ്പിലെങ്കിൽ ഐസിയുവിന്റെ മുമ്പിൽ ഞാൻ അവിടെ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ചോളാം. മഹിയേട്ട, ഞാൻ പുറത്തുണ്ടെന്നുള്ള ധൈര്യത്തില് മോനകത്ത് കിടക്കാലോ. എടി, അവിടെ ഇരുന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇരുന്നും ചെയ്യാം. പ്രാർത്ഥിക്ക്. അവന് വേണ്ടിയിട്ട് നീ വിളിച്ച ഈശ്വരന്മാർക്ക് വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നീ അവന്റെ അമ്മയാ. എടി, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഈശ്വരനെ വിളിക്ക്. അവന്റെ ജീവന് ഒരാപത്തും വരുത്താതെ തിരിച്ചു തരണമെന്ന് ഉള്ളുരുക്കി പറയും. പെറ്റ തള്ളയുടെ വയറിന്റെ വേവലാതിയോളം വരില്ല മറ്റൊന്നും. അവൻ നമ്മളെയൊക്കെ തിരക്കുന്നുണ്ടോ മഹിയേട്ടാ? ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ നിർമ്മലെ? അതുപോലെ തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ലല്ലോ.
എനിക്കും അവനെ കയറി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അത്രയും കെയറോടുകൂടിയാ അവര് നമ്മുടെ മോനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെന്റിനായി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ? എത്ര പ്രഗത്ഭനായ ഡോക്ടർക്ക് മുകളിലും അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന്. ആ ശക്തിയുടെ കാരുണ്യം ഡോക്ടറിലൂടെ നമ്മുടെ മകനിലേക്ക് എത്തിക്കുക. അതിന് നമുക്ക് ചെയ്യാവുന്നത് ഈശ്വരനെ വിളിക്കുക. അതിന് സ്ഥലവും സമയവും ഒന്നും നോക്കണ്ട. നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ടായാലും ഭഗവാൻ വിളി കേട്ടു. ഈശ്വര, ഹലോ. ഹലോ അച്ഛാ, ഞാനാകെ ശിവന്റെ കാര്യങ്ങളൊന്നും അറിയാതെ വല്ലാത്തൊരവസ്ഥയില്ല. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്ന് നിൽക്കണമെന്നുണ്ട്. ഞാൻ എന്താ വേണ്ടത്? ഡെയ്സി, അവിടെ ഇപ്പൊ നമുക്കാർക്ക് നിന്ന് അവനെ ശ്രദ്ധിക്കാനൊന്നും സാധിക്കില്ല. അവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവിടെയുള്ളവര് തന്നെയാ. അവന്റെ അമ്മയ്ക്ക് പോലും അവനെ ഒന്ന് കാണാനോ അടുത്തിരിക്കാനോ കഴിയുന്നില്ല. പിന്നെ അവന് നാളെ ഒരു ചെറിയ സർജറി ഉണ്ട്. സർജറിയോ? പേടിക്കാനും മാത്രമൊന്നുമില്ല. അവന്റെ ഹാർട്ടിന്റെ വാൽവിന് ചെറിയൊരു പ്രോബ്ലം. അയ്യോ, അത് ഒരു ഓപ്പറേഷനിലൂടെ പരിഹരിക്കാവുന്നതാണ്. അവന്റെ അമ്മയോട് പറഞ്ഞത് തന്നെ ഞാൻ നിന്നോടും പറയാ. പ്രാർത്ഥിക്ക്, അവന് വേണ്ടിയിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്ക്. നമുക്ക് അവന് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന സഹായവും അത് മാത്രമാ. ഹലോ ഹലോ. മഹിട, എന്നാലും നമ്മുടെ മോൻ. നിർമ്മല, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. അവനൊന്നും സംഭവിക്കില്ല. ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. അവനെ കാത്തോളണേ. അമ്മേ, അമ്മ സത്യം സത്യമായിട്ട് തന്നെ പറയണം. ഞാൻ ഈ നാടായ നാട് മുഴുവൻ വിഷ്ണുവേട്ടനെ തിരക്കി അലഞ്ഞു തിരിഞ്ഞിട്ട് വരിക. പല സ്ഥലത്തും അന്വേഷിച്ചു. പലരും പലതാ പറയുന്നത്. ചിലരൊക്കെ പറയുന്നു വിഷ്ണുവേട്ടനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ട് പോയിരിക്കുകയാണെന്ന്. മറ്റു ചിലർ പറയുന്നു വിഷ്ണുവേട്ടൻ സ്വന്തം ഇഷ്ടത്തിന് പോയതാണെന്ന്. ഇതൊന്നുമല്ല, വിഷ്ണുവേട്ടനെ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ഒക്കില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ വിഷ്ണുവേട്ടന് പിന്നിലുണ്ടെന്ന്. ഞാൻ ഇതിൽ ഏതാ അമ്മ വിശ്വസിക്കേണ്ടത്? മോളെ, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ എനിക്കും അറിയാവുന്നത്. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തതും അമ്മയ്ക്കും അച്ഛനും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്.